ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ഹൈക്കോടതി. വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാരികൾ നൽകിയ ഹർജിയിലാണ് വിധിയെന്ന് ജില്ലാ സെക്രട്ടറി PM സുഗുണൻ പറഞ്ഞു. വ്യാപാര മേഖലയിൽ വൻ കൊഴിഞ്ഞുപോക്കാണ് നിലവിലെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. ദേശീയപാത വികസനത്തിന്റെ പേരിൽ നൂറുകണക്കിന് വ്യാപാരികളാണ് കുടിയൊഴിക്കപ്പെട്ടതെന്ന് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി PM സുഗുണൻ പറഞ്ഞു. ഇവർക്ക് അർഹമായ നഷ്ടപരിഹാരം കിട്ടാതായപ്പോഴാണ് സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാരികൾ നിയമപോരാട്ടം നടത്തിയത്. 2 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഹൈക്കോടതി വിധിയെന്നും PM സുഗുണൻ പറഞ്ഞു. ജില്ലയിൽ മാത്രം 2000-ഓളം വ്യാപാരികൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂ ഉടമകൾക്കും കെട്ടിട ഉടമകൾക്കും മാത്രമാണ് NHAI നഷ്ടപരിഹാരം നൽകുന്ന പാക്കേജിൽ ഉൾപ്പെടുത്തിയത്. വർഷങ്ങളോളം കച്ചവടം ചെയ്ത വ്യാപാരികളെ തഴഞ്ഞു. ഇതിനെതിരെയാണ് സമിതി നിയമപോരാട്ടം നടത്തിയത്. വ്യാപാര മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിൽ. വലിയ തോതിലാണ് കൊഴിഞ്ഞുപോക്കെന്നും അതിന് പ്രധാന കാരണം ഓൺലൈൻ വ്യാപാരമാണെന്നും PM സുഗുണൻ പറഞ്ഞു. ഏതാണ്ട് 1950 ആളുകളാണ് ഒരു കൊല്ലം കൊണ്ട് പുതുതായി കുറേ ആളുകൾ വരുന്നുണ്ട്, അത് സത്യമാണ്. അതും ഈ പറയുന്ന പോലെ പെട്ടെന്ന് വരും, പെട്ടെന്ന് പോകും. ഓരോ കൊല്ലവും ഏതാണ്ട് 2000-3000 ആളുകൾ ഒരു ജില്ലയിൽ മാത്രം, അതും ഒരു സംഘടനയുടെ മാത്രം. അപ്പോൾ നമ്മുടെ കണക്ക് പ്രകാരം ഒരു 5000-6000 ആളുകൾ മേലെ ഓരോ കൊല്ലവും കൊഴിഞ്ഞു പോകും. അങ്ങനെ പല മേഖല, ഇപ്പം പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് ഈ പ്ലാസ്റ്റിക് നിരോധിക്കണമെന്നും അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ പോളിസിയോടെല്ലാം 100% നമ്മൾ നിൽക്കുമ്പോഴും ഒരു പ്ലാസ്റ്റിക്കും ഇല്ലാത്ത സ്ഥാപനവും കൊടുത്തോളം പോകും. അവിടെ ഒരു പ്ലാസ്റ്റിക് മാലിന്യമില്ല. 2 ബിന്ന് വെച്ചാൽ മാത്രമേ കേസ് മാറ്റുന്ന ഇത് കിട്ടും. ഒരു വഴി പോകുന്ന ഒരു ഉപഭോക്താവ് എന്തെങ്കിലും വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് വ്യാപാരിയാണ് ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. വ്യാപാര സ്ഥാപനത്തിന്റെ മാലിന്യം മാത്രമല്ല. വ്യാപാര മേഖലയെ സംരക്ഷിക്കുന്ന സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. അനാവശ്യ പരിശോധനകളും ഫൈനുകളും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ പേരിൽ പോലും വ്യാപാരികളെ ദ്രോഹിക്കുന്ന സമീപനം ഉണ്ടെന്നും സമിതി നേതാക്കൾ കുറ്റപ്പെടുത്തി. ജില്ലാ പ്രസിഡന്റ് PV വിജയൻ, ആക്ഷൻ കമ്മിറ്റി കൺവീനർ KV ഉണ്ണികൃഷ്ണൻ, ജില്ലാ ട്രഷറർ MA ഹമീദ് ഹാജി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.